സയൻസ് സെന്റർ നിയർ പോസ്റ്റ് ഓഫീസ് എടോടി വടകര. മാനവരാശി പ്രകൃതിയിൽ നിന്ന് അകന്നുപോയതിന്റെ പ്രത്യാഘാതമാണ് നാം ഓരോരുത്തരും അനുഭവിക്കുന്ന ദുരന്തങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും എന്ന് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് പറഞ്ഞു. മണിയൂർ പഞ്ചായത്തിലെ 50ഓളം സന്നദ്ധ പ്രവർത്തകർ 21 വാർഡുകളിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങൾ ക്രോഡീകരിച്ച് തയ്യാറാക്കിയ സമ്പൂർണ്ണ ജൈവ വൈവിധ്യ രജിസ്റ്ററിന്റെ പ്രകാശനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജോഗ്രഫിക്കലി യുണീക്ക് രാജ്യമാണ് കേരള. നമുക്ക് ഒരു സൈഡിൽ ഫുൾ കടലാണ്, ഓഷ്യൻ, ഒരു സൈഡ് മൊത്തം മലയോര ഏരിയ ആണ്. അതാണെങ്കിൽ അക്രോസ് ഇന്ത്യ ഈ വെസ്റ്റേൺ ഗാർഡ്സിലെ മഹാരാഷ്ട്ര, കേരള, പിന്നെ കർണാടക, ഈ ലൊക്കേഷൻ നോക്കുമ്പോൾ കേരളയിലെ പൊസിഷൻ അത്ര യുണീക്കാണ്. കാരണം മഹാരാഷ്ട്രയിലെ വേറെ ഒരുപാട് ഏരിയ ഉണ്ട്, കേരളയിലെ അത്ര ഏരിയ ഇല്ല. വളരെ ഒരു ചെറിയ കിലോമീറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. ആൻഡ് 10 കിലോമീറ്റർ 20 കിലോമീറ്റർ കഴിഞ്ഞിട്ട് നമുക്ക് ഒരു മലയോര കിട്ടും, അല്ലെങ്കിൽ ബീച്ച് കിട്ടും. ഈ സിറ്റുവേഷനിൽ നമ്മുടെ ബയോഡൈവേഴ്സിറ്റി നാച്ചുറലി വളരെ ഹൈ ആണ്. ബയോഡൈവേഴ്സിറ്റി ഹൈ ആണെങ്കിൽ ഇത് പ്ലാന്റ് ബയോഡൈവേഴ്സിറ്റി, ആനിമൽ ബയോഡൈവേഴ്സിറ്റി. കേരള ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യയിലെ ബെസ്റ്റ് ഹെൽത്ത് ആണ്, ബെസ്റ്റ് എഡ്യൂക്കേഷൻ ആണ്. പക്ഷേ ഇപ്പോൾ ഇത്ര ചർച്ച ചെയ്യുന്നില്ല. പക്ഷേ പൊല്യൂഷനും വളരെ കുറവാണ് കേരളത്തിൽ. പൊല്യൂഷൻ ആൻഡ് ബയോഡൈവേഴ്സിറ്റി ഹയസ്റ്റ് ഉണ്ട് ഇപ്പോൾ. കാരണം ഇപ്പോൾ ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ആണ്, ജോഗ്രഫി അങ്ങനെയാണ് ആണെങ്കിൽ ഒരു കൂടുതൽ മഴ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഹൈ ടെമ്പറേച്ചർ, ഹൈ വാട്ടർ, അതൊരു 2 കണ്ടീഷൻ ആയതുകൊണ്ട് ബയോഡൈവേഴ്സിറ്റി കൂടുന്നുണ്ട്. സോ ആ സിറ്റുവേഷനിൽ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ദാറ്റ് വി ആർ ട്രൈങ് ടു മേക്ക് ഷുവർ ദാറ്റ് വി നോ, നമുക്കറിയാം ഏത് സ്പീഷീസ് ഉണ്ട്, എത്ര സ്പീഷീസ് ഉണ്ട്, ഏത് വെറൈറ്റിയാണ്, ഈ വെറൈറ്റിയിൽ എവിടെ ഒരു ലൊക്കേഷൻ. നമ്മുടെ ഹെൽത്തിലെ ലിങ്ക് ഡയറക്ട്ലി വിത്ത് എൻവയറമെന്റ് ആണ്. സോ ഈ വിഷയത്തിൽ ഞാൻ മണിയൂർ പഞ്ചായത്തിലെ വളരെ ഹൃദയപൂർവ്വം ഞാൻ നന്ദി പറയാം. അവർക്ക് ഒരു എഫേർട്ട് വെച്ചിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്തു. എല്ലാവരും പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ മാത്രമല്ല, പഞ്ചായത്ത് പ്രസിഡന്റ് മാത്രമല്ല, വാർഡ് മെമ്പർ മാത്രമല്ല, എല്ലാ പബ്ലിക്കിനും ഞാൻ നന്ദി പറയാം. കുട്ടികളുണ്ട്, അവർക്ക് ഇപ്പോൾ പറഞ്ഞ സ്വരാജ് ട്രോഫി അവർ കിട്ടിയല്ലേ. സോ അതിൽ ഐ കൺഗ്രാച്ചുലേറ്റ് എവ്രി വൺ. ആൻഡ് ഇപ്പോൾ ഒരു റൈസിംഗ് മണിയൂർ എനിക്ക് പ്രോപ്പറായിട്ട് അറിയാം. റൈസിംഗ് മണിയൂർ പഞ്ചായത്തിൻ്റെ പ്രോജക്റ്റ് ഉണ്ട്. പിന്നെ ഉയരെ അതെ, 2 പ്രോജക്റ്റ് നമ്മുടെ ഇന്നോവേഷൻ കമ്മിറ്റി വെച്ചിട്ട് പാസ് ചെയ്തതാണ്. സോ അത് ഞാൻ ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു സീ ഇറ്റ്. ആൻഡ് വളരെ നന്ദി ഫോർ ഇൻവൈറ്റിംഗ് മീ ആൻഡ് കമ്മിങ് ടു ദിസ് ബ്യൂട്ടിഫുൾ ഏരിയ. താങ്ക് യു. മണിയൂർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് TK അഷറഫ് അധ്യക്ഷനായി. ജൈവ വൈവിധ്യ രജിസ്റ്ററിന്റെ 2ാം ഭാഗത്തിന്റെ പ്രകാശനമാണ് നടന്നത്. കാലാവസ്ഥാ വ്യതിയാനത്താൽ പ്രകൃതിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ, സസ്യ ജന്തുജാലങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രത്യേകത, ഇവയെല്ലാം ആധികാരികമായി PBRൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ മണിയൂരിലെ നദികളെക്കുറിച്ചും അവയിലെ മത്സ്യസമ്പത്തിനെയും സസ്യ ജന്തുജാലങ്ങളിൽ കാണുന്ന വൈവിധ്യങ്ങളെയും കുറിച്ചുള്ള അധിനിവേശ സസ്യങ്ങളെക്കുറിച്ചും പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാവുകൾ, വയലുകൾ, പക്ഷിസങ്കേതങ്ങൾ ഇവയെല്ലാം ഈ ചിത്രരേഖയിൽ കാണാൻ സാധിക്കും. ചടങ്ങിൽ പ്രമുഖ സസ്യശാസ്ത്രജ്ഞൻ ഡോക്ടർ ദിലീപ്, ജൈവ വൈവിധ്യ ബോർഡ് ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ മഞ്ജു ധനീഷ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M ജയപ്രഭ, K ശശിധരൻ, വാർഡ് അംഗങ്ങളായ മൂഴിക്കൽ പ്രമോദ്, ഷൈനി VM, പ്രമോദ് കോണിച്ചേരി, ഷഹബദ് ജോന, BMC കൺവീനർ K വിജയൻ എന്നിവർ സംസാരിച്ചു.